ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ വല്ല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഇന്ന് ഞങ്ങൾ 4 പേര് കൂടി ആക്ച്വലി പോകുന്നത് ലുലു മോളിലേക്കാണ്. പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നുമില്ല, ജസ്റ്റ് അവിടെ പോവുക, കറങ്ങുക, തിരിച്ചു വരിക. അപ്പോൾ എന്തായാലും സാഗർ പറഞ്ഞാൽ പിന്നെ അതൊരു വ്ളോഗാക്കി എടുത്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതങ്ങനെ ഒരു വ്ളോഗാക്കി മാറ്റിയതാണ്. സോ ലെറ്റ്സ് മൂവ്. പിന്നെ തേങ്കുറിശിയെക്കുറിച്ച് എല്ലാവരും പറയുമ്പോൾ ഒടിയൻ്റെ നാട് എന്നൊക്കെ പറഞ്ഞ ഒരു ഭയാനകമായ രൂപമായിരിക്കും എല്ലാവരും കാണുന്നത്. പക്ഷെ ഒരിക്കലും അല്ല. തേങ്കുറിശി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ നാട് കുഞ്ചേരി പോലെ തന്നെ അതിമനോഹരമായ ഒരു ഗ്രാമമാണ്. അതിൻ്റെ ഈ നിങ്ങൾ രണ്ട് സൈഡിലെ പാടങ്ങളും നെൽപ്പാടങ്ങളും എല്ലാം കിടക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ശാന്തി സമാധാനമുള്ള സ്ഥലമാണ്. പിന്നെ ചില സ്ഥലങ്ങൾക്ക് അതിൻ്റെതായ നെഗറ്റീവ് പാർട്ടുകളുണ്ടാകും, പക്ഷെ അതിനെ നമ്മൾ ഒരുപാട് കാണേണ്ട കാര്യമില്ല. പിന്നെ ഈ പാടങ്ങളിൽ നിങ്ങൾ കണ്ടറിയും കുറേ ചേച്ചിമാർ പാടത്തിൻ്റെ പണിയുമായി നെൽക്കതിരി നടലും അങ്ങനെയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയ ഒരു വേറൊരു വ്ളോഗ് ഞാൻ എന്തായാലും ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങളിത് ലുലു മോളിലെ കണ്ണാടി എത്തി. കണ്ണാടിയിൽ ഇവിടെ കാണുന്ന ഈ കാറുകളൊക്കെ കാണുമ്പോൾ ആക്ച്വലി നമ്മൾ വിചാരിക്കും വല്ല കല്യാണത്തിന് വന്നതാണെന്ന്. പക്ഷെ ഒന്നുമല്ല, അവിടെ അത്രയും പേര് ഈ സാധനങ്ങൾ വാങ്ങാൻ വന്നവരാണ് ലുലു മോളിൽ. നിങ്ങൾ സ്റ്റാഫിൻ്റെയൊക്കെ ജേഴ്സി കണ്ടാൽ തന്നെ അറിയാം 50% ഓഫർ എന്നാണ് അവരുടെ ഡ്രസ്സിൽ തന്നെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫ് എല്ലാവരും ആണെങ്കിലും നമ്മളോടൊക്കെ നല്ല രീതിയിലാണ് ബിഹേവിയർ ചെയ്യുന്നത്. കാരണം നമ്മൾ വ്ളോഗിങ് ചെയ്യാമെന്ന് അറിഞ്ഞിട്ട് തന്നെ അവർ പ്രത്യേകിച്ച് പെർമിഷൻ എടുത്തുണ്ടോ ചോദിച്ചു, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ ഒരുപാട് ഉപദ്രവിക്കാനൊന്നും നിന്നില്ല, അതായത് നമ്മളെ കൊണ്ട് ചോദ്യങ്ങളും ചോദിച്ചില്ല. പിന്നെ ഞങ്ങൾ മൂവ് ഓൺ ചെയ്തു. ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങളെ കുറിച്ച് ഓഫർ ഉള്ളത്. ഹൈപ്പർ മാർക്കറ്റിലാണെങ്കിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ല, ഒടുക്കത്തെ തിരക്കാണ്. ഒടുക്കത്തെ തിരക്ക് പറഞ്ഞാൽ ജനങ്ങൾ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ജനങ്ങളുടെ തിരക്ക് പോലെ ഉത്സവത്തിന് വന്ന പോലെ ഉണ്ട് അവിടെ തിരക്ക്. സാധനം അത്രയും ഓഫർ ഉണ്ടെന്നാണ്. കാരണം MRP 50% ഓഫർ ഉണ്ട്. പിന്നെ കുറേ വ്ളോഗേഴ്സ് ചെയ്യുന്ന പോലെ ഒരു ഓഫറും ഇല്ല, അവർ വില കൂട്ടിയിടാന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം MRPയിൽ കൂടുതൽ വില ഇടാൻ പാടില്ല എന്ന് അവർക്കും അറിയാവുന്നതാണ്. അവർ പറയുന്നത് അത് തന്നെയാണ്, MRPയിൽ കൂടുതലൊന്നും വിലയില്ല, MRPയുടെ 50% ഓഫർ ഉണ്ട്. പിന്നെ ഞങ്ങൾ ലുലു മോളിൻ്റെ ഉള്ളിലത്തെ സ്റ്റാഫുകളാണെങ്കിലും എല്ലാവരും നല്ല രീതിയിലാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സർവീസസ് ഉണ്ട് അവിടെ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രൊഡക്ട്സ് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ അവൈലബിലിറ്റിയിൽ വളരെ കുറവുള്ള പല മീറ്റും ഫിഷും വരെ ഇവിടെ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ വരെ മെയിൻ കാരണം എൻ്റെ കൂടെയുള്ള ഒരു ജിം ബോയ് ഉണ്ട്, അശ്വൻ. അവൻ ഇവിടെ നിന്നാണ് വീക്കിലി ചിക്കൻ എടുത്തിട്ട് പോകാറില്ല, ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് പോകാറില്ല. ഒരാഴ്ചയ്ക്കുള്ള ചിക്കൻ ബ്രസ്റ്റ് ഒന്നിച്ചെടുത്താൽ പോകാറില്ല. സോ അതുകൂടെ വന്നത്. പിന്നെ ഇവിടെ നമ്മൾ അത്ഭുതമായി കണ്ടത് ഈ ഉണക്കമീനാണ്. ഉണക്കമീൻ പാക്കറ്റിലാക്കി വിൽക്കുന്നത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ അതൊരു ഹൈജീനിക്കായ പ്രോഡക്റ്റ്. നമുക്ക് ഉണക്കമീനൊക്കെ പറയുമ്പോൾ അൺഹൈജീനിക്കായിട്ട് ചില സമയം തോന്നും, പക്ഷേ ഇത് ഭയങ്കര ഹൈജീനിക്കായിട്ട് അവിടെ എല്ലാ മീറ്റും കൊടുക്കുന്നത്. അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിൽ നമ്മളോട് നല്ല ബിഹേവിയർ ആയിരുന്നു. ചിക്കൻ ക്ലീനിങ് ഒക്കെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെയാണ്. സോ മായവും മന്ത്രമൊന്നും ഇല്ലയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇവിടെ തന്നെ ഉള്ളിൽ തന്നെ നമുക്ക് ഫുഡ് കോർട്ട് അവൈലബിൾ ആണ്. ഫുഡ് കോർട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, അവിടെയും നമുക്ക് ഈ അൽഫാം ഷവർമ പോലുള്ള സാധനങ്ങളൊക്കെ നിറയുണ്ട്. പിന്നെ കഫേസ് ഉണ്ട്, ലൈവ് കോർട്ടുകളുണ്ട്. അപ്പോഴാണ് നമ്മളോട് ഒരു ചേട്ടൻ പറഞ്ഞത് നമ്മൾ കുനാഫ ഉണ്ടാക്കുന്നുണ്ട്, ഒന്ന് വന്ന് കവർ ചെയ്യാമോ എന്ന്. കാരണം കുനാഫ ഞാനിതുവരെ കണ്ടിട്ടില്ല, ഒരു സേമിയ പോലത്തെ ഒരു ഐറ്റം ആണെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ അത് ഈ ചേട്ടനാണ് കുനാഫ ഉണ്ടാക്കിയത്. അയാളും ഹായ് പറഞ്ഞിട്ട് നമ്മളെല്ലാം അവിടെ നിന്ന് മൂവ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഈ ലുലു മോളിലെ കാഴ്ചകളൊക്കെയാണ് ഇങ്ങനെ കവർ ചെയ്ത് നടക്കുന്നത്. എൻ്റെ കൂടെ വന്നവരെല്ലാവരും ഓരോ വഴിക്ക് പോയി, ഒരുത്തിനും കാണാനില്ല. പിന്നെ പിള്ളേരെ കിട്ടി, അവർ ചിക്കൻ വാങ്ങിയിട്ട് ഇറങ്ങി. പിന്നെ കൂടെ വന്ന സാഗറിനെ കാണാനില്ല, അവനാണെങ്കിൽ ഒന്നും വാങ്ങില്ല പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ അവസരം പറഞ്ഞു എനിക്ക് കൊട്ടയെടുക്കണം പറഞ്ഞിട്ട് കൊട്ടയെടുക്കാൻ പോയി. കൊട്ടയെടുത്ത് വന്നിട്ട് അവൻ പിന്നെ വാങ്ങിക്കൂട്ടിയത് ഒരു ചുമ സാധനങ്ങളാണ്. കാരണം അത്ര ഓഫർ പോകുന്നതുകൊണ്ട് അവൻ ഈ ആപ്പിൾ, മുന്തിരി, കോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ആക്ച്വലി. ഞങ്ങൾ പിന്നെ ഒരുപാട് നേരം ഒന്നും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങാൻ നിന്നില്ല, കാരണം ഭയങ്കര തിരക്കാണ്. ഈ നിൽക്കുന്ന കട്ടയാണ് അശ്വൻ, അവനാണ് ചിക്കൻ വാങ്ങിയത്. പിന്നെ അവൻ്റെ കൂടെ ഗിരീഷും. പിന്നെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് നേരെ ഇറങ്ങി ഞങ്ങൾ മേലെ പോയി. മേലെ ഫുഡ് കോർട്ടൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വിചാരിച്ചു. അതിനു മുമ്പ് ഞങ്ങൾ ഈ പ്ലേ സ്റ്റേഷൻ കണ്ടു. ആക്ച്വലി ചെറുപ്പത്തിൽ നമുക്കൊന്നും പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളിലുള്ളത്. നമ്മൾ മുമ്പ് GTA Vice City കളിക്കാൻ 30 രൂപ കൊടുത്തിട്ടൊക്കെയാണ് കഫേയിൽ പോയിട്ടുണ്ടായിരുന്നത്. സോ ഇതൊക്കെ ഒരു ഭയങ്കര അത്ഭുതമായി തോന്നി. നമ്മുടെ പ്രായത്തിൽ ഒന്നും കിട്ടാൻ നമുക്കുള്ള അവസരം പാലക്കാട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് കോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫുഡ് കോർട്ടാണ്, നിറയെ ഷോപ്സ് ഉണ്ട്. സോ അത് നിങ്ങൾക്ക് ഇരുന്ന് കഴിക്കാവുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ ഉള്ളിലോട്ട് കയറി. അവിടെ പെർഫ്യൂമൊക്കെ എനിക്കൊരു അട്രാക്ഷൻ ആയതുകൊണ്ട് ഞാൻ അതൊക്കെ നോക്കി. പിന്നെ അങ്ങനെ എല്ലാത്തിലും 50% ഓഫർ ഉള്ളതുകൊണ്ട് തുണിയുടെ സൈഡിലും നിറയെ ആൾക്കാരുണ്ട്. നിറയെ സെയിൽസ് ബോയ്സിന് എക്സ്ട്രാ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, കാരണം അത്രയും ക്രൗഡ് ഉള്ളതുകൊണ്ട്. സോ ടെമ്പററി സ്റ്റാഫ്സ് നിറയുണ്ട്. ഞങ്ങൾ പിന്നെ ഉള്ളിലൂടെ അങ്ങ് നടന്ന് എല്ലാം ചുറ്റിക്കാണൽ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഞാൻ ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഐസ്ക്രീം വീട്ടിലെ പിള്ളേർക്ക് മാത്രം വാങ്ങി. പിന്നെ ഇങ്ങനെ നടന്നപ്പോഴാണ് എൻ്റെ കണ്ണ് ഒരു കാഴ്ചയിലെത്തിയത്, അതായത് ടോയ് സെഷൻ. എത്ര വലിയ ചെക്കന്മാരായാലും നമുക്ക് ഈ ടോയ്സ് പറയുമ്പോൾ ഒരു വീക്ക്നെസ് ആണല്ലോ. സോ അതും കുറേ നേരം നോക്കി നിന്നു. വ്ളോഗെല്ലാം ഓഫ് ചെയ്ത് 2-3 റിമോട്ട് കാറൊക്കെ എടുത്ത് കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ മെല്ലെ മൂവ് ചെയ്തു. ഞാനിങ്ങനെ എല്ലാം നോക്കിയിട്ട് അങ്ങനെ താഴോട്ട് ഇറങ്ങി വെളിയിൽ വെയിറ്റ് ചെയ്യുമ്പോഴാണ് സാഗറും ഗിരീഷും ഒന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഓരോ ലോഡ് സാധനങ്ങളായിട്ട് തിരിച്ചു വരുന്നത്.
പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളങ്ങനെ ലുലു മാളിൽ നിന്ന് നേരെ തിരിച്ച് അതേ തേങ്കുറിശ്ശി റൂട്ടിലൂടെ തിരിച്ച് യാത്ര തുടങ്ങി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും തേങ്കുറിശ്ശി ഞങ്ങൾ പോകുമ്പോഴുള്ള ക്ലൈമറ്റ് അല്ല വരുമ്പോൾ. കാരണം അത്രത്തോളം കാലാവസ്ഥ മാറിയിട്ടുണ്ട്. എന്ത് മഴക്കാറ് മൂടിയ അതിൽ ആ സൂര്യാസ്തമയം കൂടി ആകുമ്പോൾ പ്രത്യേക ഭംഗിയാണ് പാലക്കാട് കാണാൻ. സോ എല്ലാവരും പാലക്കാട് ഈ ഒരു സമയത്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, കാരണം ചൂട് എല്ലാവർക്കും പറ്റില്ല. പിന്നെ കൂടെയുള്ള ഗിരീഷ് ഒരു വലിയൊരു ലോട്ടറി എടുത്തിട്ടുണ്ട് 10 കോടി. അപ്പോൾ അടിച്ചു കഴിഞ്ഞ് ഞങ്ങൾക്കൊക്കെ ചിലവ് ചെയ്യാറുണ്ട്. അതോടുകൂടി ഈ വ്ലോഗ് അവസാനിക്കുന്നു. താങ്ക് യു എവരി വൺ.